പ്രഭാവതി 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 ഇന്ന ആളെ നോക്കിയിട്ട് വന്നു. രവീന്ദ്രൻ. എന്താ പിന്നെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ന് വരെ ഒരു അസുഖം വന്നിട്ടില്ല ഈ പശുവിന്. ഇത്ര വർഷമായിട്ട് നമ്മളെ ഓർമ്മ ഒരു മരുന്ന് പോലും ഇതിന് കൊടുത്തിട്ടില്ല. ഒരു നാത്തോളക്ക് തേക്കുന്ന സംഭവം അതുപോലും ഇതിനില്ല. അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ ഈ മധുര പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടം. അങ്ങനെ കണ്ട സാധനമാണ്. ഇത് നന്നായിട്ട് കഴിക്കും. അലുവയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആലുവ പ്രാന്തല്ല, അത് ഈ കടകളിൽ നിന്ന് ഇങ്ങനെ കിട്ടും. മഹായി പെരുന്നാളിന് പോയിട്ട് ഉറക്കട്ട് ചന്ത, ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ പോയാലും നമ്മൾ അലുവ ഞാൻ വാങ്ങിയിട്ട് വേറെ തന്നെ കൊടുക്കും. ഇവിടെ പിന്നെ ഇത് ശരിക്കും ഇവിടെ 38 വർഷമായി. പിന്നെ ഇതിൻ്റെ വയസ്സ് നമ്മൾ കണക്ക് പ്രകാരം പിന്നെ ഇത് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ആങ്ങളെ മണ്ടോടി കുമാരൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മക്ക് കൊടുത്ത ഇതിനെ 2 വയസ്സിൽ. അങ്ങനെ ഇവിടുന്ന് അത് വളർന്ന് ക്രോസ് ചെയ്യിച്ചിട്ട് ആദ്യമെല്ലാം ക്രോസ് ചെയ്യിക്കില്ല, പിന്നീട് കുത്തിവെപ്പ്. അത്രയും വർഷം മുന്നേ എല്ലാം കുത്തിവെപ്പ് അല്ലാതെ ക്രോസ് ചെയ്യിക്കലുണ്ടല്ലോ കുട്ടനെ കൊണ്ട്. അതിന് ശേഷം കുത്തിവെച്ച് അങ്ങനെ 13 പ്രസവിച്ചത് 13 ദിവസം എല്ലാം കുട്ടന്മാർ. അതിന് ശേഷം പിന്നെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇയാൾ പ്രസവിക്കുന്ന ഒരു പെണ്ണിനെ. ആ പെണ്ണിനെ ഇയാൾ വളർത്താനെടുത്തതാണ്. അപ്പം അത് എന്നിട്ട് ഇതിനെ വിൽക്കാമെന്ന് വിചാരിച്ച്. കുറേ വയസ്സായിപ്പോയല്ലോ അപ്പോഴത്തേക്കും. അപ്പം ഇത് കുത്തുകയും ചേട്ടും ചെയ്തിട്ട് പാല് ചേർക്കാൻ സമ്മതിക്കുന്നില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അത് പോട്ടെ, അതിനെ വിറ്റിയാലേ ഇത് തന്നെ ഇവിടെ നിന്നോട്ടൊരു ആണവൻ പറയുന്നു. അങ്ങനെ ഇവിടെ ആയതാ. ഞങ്ങൾക്ക് അന്നേരം കടയുണ്ടായിരുന്നു. അപ്പം നമ്മളെ കടയിൽ നിന്നല്ല, അത് അപ്പുറത്തെ കടയിൽ നിന്നല്ല, നമ്മളെ പീടികയിൽ വരുന്ന ബാക്കി വരുന്ന മധുരപലഹാരങ്ങളും മറ്റേ പൊറോട്ട അങ്ങനെ കണ്ട ഇത് പിന്നെ പച്ചക്കറീൻ്റെതും ഇതെല്ലാ സാധനങ്ങളും അപ്പുറം തിന്നു. കൊണ്ടുപോയിട്ട് അങ്ങനെ ശീലമായി. പിന്നീട് ഇത് പുല്ല് തിന്നാതെയും പ്രസവം തിന്നതിന് ശേഷം പുല്ല് ഒരു വൈക്കോലും തിന്നില്ല, പച്ചപ്പുല്ല് ഒന്നുമില്ല. നമ്മൾ അരിഞ്ഞുകൊണ്ടോ കുട്ടികൾക്കൊന്നും തിന്നില്ല. എന്നാലല്ലേ നമുക്ക് സഹിക്കില്ല. എപ്പോഴെങ്കിലും ഒരു പുല്ലെല്ലാം കണ്ടിട്ടുണ്ടെന്ന് ആലോചന തിന്നില്ല. അപ്പോൾ ഇതും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാത്തു നിൽക്കുക. അങ്ങനെ അത് ഇതായിട്ട് കൊണ്ടു കൊടുക്കണം. അതല്ലേ പറഞ്ഞു. നമുക്കൊരു സ്ഥലത്ത് പോകാനും പോലും കഴിയുന്നില്ല. ഞാനൊരു ടൂറടക്കം ഇടയിലും പോക്കില്ല. തൃശ്ശൂർ പോകാൻ നിന്ന് ഇവിടെ 5 കിലോ തക്കാളി, പിന്നെ 4 കിലോ സപ്പോട്ട, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് ആപ്പിള്. അന്ന് 2 കിലോ ആപ്പിൾ വലിയ വിലേൻ്റെ എല്ലാം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയി. അന്ന് ഞാൻ പോകുമ്പോൾ ഇവിടെ കൊടുക്കുവാൻ ആളില്ലല്ലോ. അതെല്ലാം ഇവിടെ വിലയെടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയി. തൃശ്ശൂർ എടുത്തിട്ട് പകൽപ്പൂരം കണ്ടിട്ട് വന്ന്. രാത്രിത്തെ വൈകുന്നേരത്തെ കുടമാറ്റം കാണാൻ കഴിയില്ല. ഞാനിതെല്ലാം ഉച്ചക്ക് കൊടുത്തിട്ടല്ല പോകുന്നത്. അപ്പോൾ പകൽപ്പൂരം കണ്ടിട്ട് മാറ്റം നമ്മത്ത് കൊടുക്കാനാകുമ്പോഴത്തേക്ക് ഞാനിങ്ങെത്തും. അങ്ങനെ ഇതുവരെ പോയ ഇത്രയും വർഷമായിട്ട് കുറേ വർഷമായി ഇങ്ങനെ ഓരോരുത്തർ മാത്രമേ ഞാൻ പോക്കുള്ളൂ. മറ്റുള്ളവരും പോകാൻ പറ്റില്ല. രാത്രിയത്തെ ഉത്സവങ്ങൾക്കല്ലേ പോകും. സുപ്രഭാന്ന പ്രഭാവം നിൽക്കുക. നമ്മൾ കുറേ കാലം പാലും മോരെല്ലാം തന്നതല്ലേ. നല്ല സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ട് കൊടുക്കുകയും അങ്ങനെ ഏത് സന്നദ്ധ സംഘടന വേറെ എന്തിനെല്ലാം സംഘടനകൾക്ക് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ BJPൻ്റെ വലിയ നേതാക്കന്മാരെല്ലാം പല സ്ഥലത്തും പോയിട്ട് പിന്നെ പശുക്കളെ ആദരിക്കുന്നു, അതിന് പലതും സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഞാനിങ്ങനെയൊക്കെ ഇവിടെ ഒരു പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോലും ഒരാളും വന്നിട്ട് ഇന്ന് വരെ ഒരു ആദരവോ ഇതിന് കൊടുത്തിട്ടില്ല. ശരിക്കും ഇതിന് കിട്ടാൻ അർഹതല്ല. ഇത് ഇവിടെ അടുത്തടുക്കുള്ള വീടുകളിൽ വന്നിട്ട് പലതും കൊടുത്തിട്ടെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇതെന്തല്ലേ അങ്ങനെ ഒരു ഞാൻ നമ്മളിപ്പോൾ ആരോടും എന്ത് പരിഭവം പറയാനൊന്നുമില്ല അല്ലേ, നമ്മളടുത്ത് ഉള്ള ആളല്ലേ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ട് നല്ലത്. എന്നാൽ കയറി എൻ്റെ ഓപ്പറേഷനെല്ലാം പോകാം. നമുക്കൊരാൾ ഇതെല്ലാം ഇങ്ങനെല്ലാം വാങ്ങിയിട്ട് നേരെ കൊണ്ട് കൊടുക്കുന്നത് നേരെ കഴിക്കാമല്ലോ. ചത്തുപോകേണ്ട എന്ന് വിചാരിച്ചിട്ട് മറ്റെന്താ ഉഷാറായി നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ തന്നിട്ടില്ലെങ്കിൽ അതിന് കൊടുക്കും. ഞാൻ ഇവിടെ എന്ത് സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ആരും കാണാണ്ട് അവിടെ വെക്കും, അതിന് കൊടുക്കുക. അപ്പോൾ അതിനത് അറിയുകയും ചെയ്യും, ഇവനിങ്ങ് തരുമെന്ന്. അത് കാത്ത് നിൽക്കുകയും ചെയ്യും ഇയാൾ. പഴവർഗ്ഗങ്ങളും ബേക്കറി ഐറ്റംസും മാത്രം കഴിക്കുന്ന പ്രഭാവതിയുടെ സ്വന്തം രവീന്ദ്രൻ അല്ലേ. എന്തായാലും അവരുടെ യാത്ര ഇങ്ങനെ സന്തോഷപൂർവ്വം തുടരുകയാണ്. എത്ര കാലം പ്രഭാവതി ഇങ്ങനെ ആയുരാരോഗ്യത്തോടു കൂടി നിൽക്കുന്നു അത്രയും കാലം അതിനെ കൊണ്ടു നടക്കണമെന്നുള്ളതാണ് രവിയേട്ടൻ്റെയും ആഗ്രഹം. അത് അങ്ങനെ തന്നെ സാധ്യമാകട്ടെ എന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആശംസയോടെ ചെയ്യാം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.